ഇത് എന്റെ രണ്ടാമത്തെ മകൾ ദിയ. ഇവളുടെ സ്ഥാപനമുണ്ട് OY OC എന്ന് പറഞ്ഞ്. അത് ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്ത 3 കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ബേസിക്കലി പറയും, ഞങ്ങളുടെ കമ്പനിയുടെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ QR കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ QR കോഡ് കാണിക്കുന്നു, അതിലോട്ട് പൈസ മാറ്റുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വെച്ചാൽ, ഒന്ന്, ഇവിടാണ് ഈ ബിസിനസ് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ ഗർഭിണിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഗർഭിണികൾക്കുണ്ടാവുന്ന ആദ്യത്തെ ഒരു സിക്നസ് ഉണ്ട് ആദ്യത്തെ പീരീഡിൽ. അപ്പൊ ആദ്യത്തെ ഒരു 5 മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക IT-ല്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നു. അപ്പൊ ഓഡിറ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും, ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു. അത് കഴിഞ്ഞ് രാത്രി ഇവർ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത്, എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിനെ അറിയിക്കണമെന്ന്. അപ്പൊ ഇവിടെ വിചാരിച്ചു അധികം പേരൊന്നും അയക്കില്ലായിരിക്കും, കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഇങ്ങനെ മെസ്സേജ് വരുന്നു, ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിന് അപകടം പിടിയിട്ട് ഇവര് ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാ, അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നു. അപ്പൊ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പൊ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവീതിനി റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും. അപ്പൊ ഇവര് പൈസ തരാൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പൊ ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ളാറ്റിന്റെ താഴെ അസോസിയേഷന്റെ ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവര് കുറച്ച് പറഞ്ഞു, ഷോമാർ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾ പോകണം. ഇതെല്ലാം അവിടുത്തെ ഫ്ളാറ്റിൽ CCTV ഉണ്ട്, പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവര് QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് കുറെ കഴിഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല, പിന്നെ ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം തെളിവുണ്ട്. ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്ന് കേട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ പൈസ തരാം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റില്ല, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവര് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇത് ഉൾപ്പെടെ വീഡിയോക്കകത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ എൻ്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു അപകടമുണ്ട്. അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിട്ടും ശ്രീ സ്റ്റുവർട്ട് കീലർ, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു.